ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. പ്രഭാത തീർത്ഥത്തിന്റെ 39ാമത്തെ ദിവസത്തിൽ ആത്മബോധം 37ാം ശ്ലോകം നാം പരിചയപ്പെടാൻ പോകുന്നു. ഈ ചിന്തനത്തിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നിഷേധത്തിൻ്റെ ഭാഷയിലും ആത്മാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അഖണ്ഡാനന്ദമാണെന്നും അദ്വയമാണെന്നും സച്ചിദാനന്ദമാണെന്നും ഒക്കെ ഭഗവത് പാദർ നമുക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം അത്തരത്തിൽ ആത്മാവിനെ വിചിന്തനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണത്തെ സംബന്ധിച്ച് ഇവിടെ പ്രസ്താവിക്കുന്നു. ഈ പ്രസ്താവന വളരെ ആലോചനാമൃതമായ ഒരു ദൃഷ്ടാന്തത്തിന്റെ സഹായത്തോടെയാണ് ഭഗവത് പാദർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ പ്രസ്താവനയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. അതുപോലെ തന്നെ അതിനെ അനുസരിച്ചുകൊണ്ട് പ്രയോജനവും നമുക്ക് നുകരാൻ സാധിക്കട്ടെ. ഭഗവത് പാദർ പറയുന്നു, ഏവം നിരന്തരാഭ്യസ്ത ബ്രഹ്മൈവാസ്മീതി വാസന ഹരത്യവിദ്യാ വിക്ഷേപാൻ രോഗാനീവ രസായനം. രോഗാൻ ഇവ രസായനം. രസായനം എപ്രകാരം രോഗങ്ങളെ നീക്കാൻ സമർത്ഥമാവുന്നുവോ? എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ മരുന്ന് കഴിക്കുന്നതിന് നമ്മൾ മനസ്സിരുത്താറുണ്ട്. പക്ഷെ കഴിച്ച മരുന്ന് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ രോഗനിവാരണ വിഷയത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പിന്തുടർന്ന് ചെന്ന് അന്വേഷിക്കാറില്ല. അതിന് നമുക്ക് സംവിധാനവും ഇല്ല. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ രോഗം ക്രമേണ അകന്നു പോകുന്നു. രോഗത്തിന് രസായന വിധികളുണ്ട്. രസായനം കഴിച്ചു കഴിഞ്ഞാൽ രോഗം മാറും. രസായനത്തിന് എന്ത് സംഭവിക്കും? ഈ ചോദ്യം അപ്രസക്തമാണ് എന്ന് പറയാം. രോഗം മാറ്റുന്നതോടുകൂടി രസായനം ശരീരത്തിന്റെ ഭാഗമായി അലിഞ്ഞു ചേരും. അത് ഉപദ്രവകരമാവുന്നില്ല. ഇതുപോലെ ഇവിടെ ഒരു പ്രത്യേക വാസന ഉടലെടുക്കുന്നു, പ്രത്യേക വൃത്തി ഉടലെടുക്കുന്നു. ഈ വൃത്തിയെ സംബന്ധിച്ച് നേരത്തെ ഒരു ശ്ലോകത്തിൽ അഖണ്ഡാകാര വൃത്തി എന്നും ചരമവൃത്തി എന്നും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വൃത്തി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്ത എന്നാണ്. ഇവിടെ ആത്മാവിൻ്റെ സവിശേഷതകളെ നിരന്തരം അഭ്യസിക്കുന്നത് കൊണ്ട്, നിരന്തരം ചിന്തനാഭ്യാസം ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുക? ഏവം നിരന്തരാഭ്യസ്ത ബ്രഹ്മൈവാസ്മീതി വാസന. ബ്രഹ്മ ഏവ അഹം അസ്മി, ഞാൻ ബ്രഹ്മം ആകുന്നു എന്നൊരു വാസന, എന്നൊരു വൃത്തി നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. അഥവാ ഈ അവസ്ഥ ലക്ഷ്യമാക്കി വേണം നാം വിചിന്തനത്തെ ചെയ്യാൻ. സുപ്രഭാതത്തിൽ നാം ഈ കാര്യം ആലോചിക്കുന്നു. മറ്റു വ്യവഹാരങ്ങൾക്കിടയിലും ഇത് നമുക്ക് ആലോചിക്കാൻ സാധിക്കട്ടെ. കിടക്കുന്നതിന് മുൻപും ഒന്നുകൂടി ആലോചിച്ച് നമുക്ക് കിടക്കാം. ഏറെക്കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അന്ധകരണത്തിന്റെ ശുദ്ധിക്ക് അനുസരിച്ച്, ഏകാഗ്രതയ്ക്ക് അനുസരിച്ച് ഉള്ളിൽ ഒരു വൃത്തി രൂപം കൊള്ളും. ആ വൃത്തിയുടെ പ്രകൃതം എന്തായിരിക്കും? അഹം ബ്രഹ്മ അസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന വൃത്തി. ഇന്ന് നമുക്ക് നമ്മുടെ അഭിമാനങ്ങൾ, നമ്മുടെ നേടിയെടുത്തിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചും ശരീരത്തിന്റെ പല പ്രകാരത്തിലുള്ള വടിവുകൾക്കനുസരിച്ചും, ഉയരത്തിനനുസരിച്ചും, നീളത്തിനനുസരിച്ചും, വണ്ണത്തിനനുസരിച്ചും ഇങ്ങനെ പോകുന്നു നമ്മുടെ അഭിമാനങ്ങളൊക്കെ. ഈ അഭിമാനങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇതൊന്നും ഞാനല്ല, മറിച്ച് ബ്രഹ്മമാണ് ഞാൻ, പ്രപഞ്ച കാരണമായ ആത്മതത്വം, ബ്രഹ്മതത്വമാണ് ഞാൻ എന്ന ബോധ്യം, അങ്ങനെ ഒരു വൃത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഈ വൃത്തിയാകട്ടെ ബ്രഹ്മചിന്തന രസായനം, ബ്രഹ്മചിന്തന രസായനം. അതാകട്ടെ നമ്മുടെ ഹരതി അവിദ്യാ വിക്ഷേപാൻ, എല്ലാ അവിദ്യാ വിക്ഷേപങ്ങളെയും, അവിദ്യ അറിവില്ലായ്മ, വിക്ഷേപം
അറിവില്ലായ്മയിൽ നിന്ന് പ്രതീതമായിട്ടുള്ള പ്രപഞ്ച വൈവിധ്യങ്ങളും അവയെ ചുറ്റിപ്പറ്റിയുള്ള താതാത്മ്യങ്ങളും അവയിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളും ഇതൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതം ആകെ സങ്കീർണമായിരിക്കുകയാണ്. ഒരാളുടെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ഏറെ വിസ്തരിക്കാനുണ്ടാവും. പക്ഷെ വിസ്തരിക്കുന്നത് മുഴുവൻ ഈ അവിദ്യാ വിക്ഷേപ സംബന്ധിയായ കാര്യങ്ങളാണ്. ഈ അവിദ്യാ വിക്ഷേപങ്ങളെ മുഴുവൻ കയറിനെ കയറെന്ന് കാണുന്നതിന് പകരം പാമ്പെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭയവും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന ഏറെ കാര്യങ്ങളും വിസ്തരിക്കാനുണ്ടാവില്ലേ? ഇതുപോലെയാണ് നമ്മുടെ ലോകാവസ്ഥയും. അവിദ്യാ വിക്ഷേപാൻ, ഇത്തരത്തിലുള്ള വിക്ഷേപങ്ങളെ മുഴുവൻ ബ്രഹ്മാസ്മീതി വാസന, ബ്രഹ്മ അഹം അസ്മി എന്ന വാസന വൃത്തി, അഖണ്ഡാകാര വൃത്തി നിശേഷം ഹരിക്കുന്നു. ഹരതി അവിദ്യാ വിക്ഷേപാൻ രോഗാനീവ രസായനം. അതുകൊണ്ട് ബ്രഹ്മ ചിന്തന രസായനം നിത്യവും ഇത്തിരി സേവിക്കാൻ നമുക്ക് സമയം കണ്ടെത്താം, പ്രയോജനപ്പെടുത്താം. ഏവർക്കും അവിദ്യാ വിക്ഷേപങ്ങളെ ജയിക്കാൻ ഭഗവത്പാദരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരിയും.